ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 11th മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശരി, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ, എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. എ വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് വിത്ത് എ വെലോസിറ്റി v and the remaining half distance with a velocity 2v. The average velocity is, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാതിരിക്കാം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ 3 ടൈപ്പ് ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരോ ടൈപ്പിനും ഓരോ ടൈപ്പ് ഇക്വേഷൻ വേണം. ഫോർ എക്സാമ്പിൾ, if an object travels half the time with a velocity v1 and the remaining half time with a velocity v2, then the average velocity is v average equals v1 plus v2 by 2. ഇത് ഹാഫ് ടൈമിലാണ്. ഇനി അല്ല, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക ആവറേജ് വെലോസിറ്റിക്ക്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ വീണ്ടും മാറ്റുകയാണ്. ഇറ്റ് വിൽ ബി x2 minus x1 by t2 minus t1. ഈ കേസിൽ ഇത് രണ്ടുമല്ല, ഹാഫ് ഡിസ്റ്റൻസ് ആൻഡ് ഹാഫ് ഡിസ്റ്റൻസ് ആണ്. Then the average velocity is given by v average equals 2v1 v2 divided by v1 plus v2. That is 2 into v into 2v divided by v plus 2v. Now the answer becomes 4v square divided by 3v, and it will be 4v by 3. ആൻസർ ക്ലിയർ ആയി കാണുമല്ലോ. ഇത് ഹാഫ് ഡിസ്റ്റൻസിന് അടുത്ത ഹാഫ് ഡിസ്റ്റൻസിന് അടുത്ത ഇക്വേഷൻ. അപ്പൊ നമുക്ക് കിട്ടിയത് 4v by 3. ദിസ് ഇസ് ദ ആവറേജ് വെലോസിറ്റി. സോ ദ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് 4v by 3. That is option A. This is the correct answer. Okay. Now we can discuss the second question. That is, the distance time equation for a particle moving along x-axis is given by s equals 8 plus 3t plus 4t square. Then the velocity at t equal to 5 seconds is. ഇവിടെ ചെറിയ പ്രശ്നമുള്ളത്, ഡിസ്പ്ലേസ്മെന്റ് ടൈം അനുസരിച്ചിട്ട് വേരി ചെയ്യുകയാണ്. അങ്ങനെ വേരി ചെയ്യുന്നതിൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താണ് ഈ ഡിഫറൻസിയേഷൻ? അത് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ ഡിഫറൻസിയേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് പറയാം. d by dt of t raised to n equals n t raised to n minus 1. ഇതാണ് ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന ടെക്നിക്ക്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ചില ടേംസ് ഉണ്ട്. എക്സാമ്പിൾ, d by dt of t square, that is 2t raised to 2 minus 1, that means 2t. ഇതേപോലെ വേറെ ചില ക്വാണ്ടിറ്റീസ് നോക്കാം നമുക്ക്. d by dt of 8. ഇതിൽ t എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ 0 ആണ്. അതെങ്ങനെയാണ് കാണണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ 8 into t raised to 0 എന്ന് എഴുതിയാലും മതി. Then we may write 0 into t raised to 0 means it will be 0. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ 0 ആണ്. ഇതിന് ഡിഫറൻഷ്യൽ ഇല്ല. ഇനി നമുക്ക് ഈ കേസ് നോക്കണം. ഇതാണ് ജനറൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ ഈ കേസിൽ വി ഹാവ് എസ് ഈക്വൽസ് 8 plus 3t plus 4t square. We want velocity v equal to s by t. V equals s by t. That is, we have to differentiate s with the time. That is, v equals d by dt of. തന്നിട്ടുള്ള s നോക്കിയേ, 8 plus 3t plus 4t square.
ശരി, നമുക്ക് നോക്കാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 8 ഒരു കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. ഇനി 3 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു ഡി ടി ബൈ ഡി ടി, അത് 1 ആവും. അടുത്ത 4 ഇൻറ്റു 2t ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് കിട്ടിയത് 3 പ്ലസ് 8t. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട് t ഈക്വൽ ടു 5 സെക്കൻഡ്സ്. പുട്ട് t ഈക്വൽസ് 5 സെക്കൻഡ്സ്. അപ്പോൾ വെലോസിറ്റി എത്ര? ദ വെലോസിറ്റി ഈസ് 3 പ്ലസ് 8 ഇൻറ്റു ടിക്ക് പകരം 5 കൊടുക്കൂ. ദ വെലോസിറ്റി ബിക്കംസ് 3 പ്ലസ് 40 ഈക്വൽ ടു 43 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ, ഞാൻ ആദ്യം ചെയ്തത് v = s/t ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല, കാരണം ടൈം അനുസരിച്ച് വേരി ചെയ്യുകയാണ്. അതുകൊണ്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഈ ഫോം എടുത്തു. അപ്പോൾ d/dt ഓഫ് 8 പ്ലസ് 3t പ്ലസ് 4t സ്ക്വയർ. 8 ഡിഫറൻഷ്യൽ 0 ആണ്. 3 ഇൻറ്റു dt/dt 1 കിട്ടും. 4 ഇൻറ്റു t സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്തപോലെ 2t കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടി 3 പ്ലസ് 8t. പുട്ട് t ഈക്വൽ ടു 5 സെക്കൻഡ്സ് ആസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. Then v ഈക്വൽസ് 3 plus 8 into 5. It will be 3 plus 40. The answer is 43 meter per second. Hence the option C is correct answer. Third question il parayunnathu, a body starts from rest. Ningariyam 0 time ile velocity etra? 0 time ile velocity kodukana symbol v at 0 time. We call it as v0. Appo ivide starts from rest. That means v0 equals 0. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 4th സെക്കൻഡ്സ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 3rd സെക്കൻഡ്. അതിന്റെ റേഷ്യോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പെർട്ടിക്കുലർ സെക്കൻഡ്, പെർട്ടിക്കുലർ 1 സെക്കൻഡ് ആണ്. അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? വി ഹാവ് എ റിലേഷൻ st ഈക്വൽസ് v0 പ്ലസ് a ഇൻറ്റു t മൈനസ് ഹാഫ്. ഇതാണ് ഡിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. നമ്മളിലുള്ളത് റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ ദ 4th ആൻഡ് 3rd സെക്കൻഡ് എന്നാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ 4th സെക്കൻഡ്, v0 0 പ്ലസ് a ഇൻറ്റു a തന്നിട്ടില്ല, a ഇൻറ്റു t മൈനസ് ഹാഫ്. t മീൻസ് 4 മൈനസ് ഹാഫ്. 4 into 2, 8 minus 1, it will be 7/2 a. That is distance traveled in the 4th second. And then distance traveled in the 3rd second. Again, S3 equal to, similar relation may be given as V0 equals 0. Then a into time 3, 3rd second, and 3 minus 1/2. Now we will get, this is 3 into 2, 6 minus 1. That means 5/2a. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക, റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ 4th സെക്കൻഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ 3rd സെക്കൻഡ്. ദാറ്റ് മീൻസ് s4th by s3rd equals 7/2a divided by 5/2a. The remaining factor will be 7/5. Hence the answer is 7/5. The answer is option A. So here the correct answer is 7/5, option A. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫാണ്. ഗ്രാഫില് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ടൈം ആക്സിസ് എക്സ് ആക്സ് ആണ്, പൊസിഷൻ y ആക്സിൽ. അപ്പം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ s/t വേണം. ഏതെങ്കിലും ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും y/x ആണ് സ്ലോപ്പ്. ഏത് ഗ്രാഫിലും y/x സ്ലോപ്പും ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ y ഇൻറ്റു എക്സുമാണ്. നമുക്കിപ്പോൾ കണ്ടുപിടിച്ച ഗ്രാഫിൽ, നമ്മൾ കണ്ട ഗ്രാഫിൽ s/t കിട്ടണമെങ്കിൽ സ്ലോപ്പ് വേണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y/x. ഞാൻ ഈ ഗ്രാഫ് ഒന്നുകൂടെ റീഡ്രോ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട്
ഇവിടെ ഒരു ആംഗിൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ y/x കണ്ടുപിടിക്കാൻ രണ്ട് ടെക്നിക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ ഡയറക്റ്റ് ദിസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ദിസ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ റീഡ്രോ ചെയ്താൽ വി ഹാവ് ടാൻ തീറ്റ ഈക്വൽസ് ദിസ് മച്ച് y ഡിവൈഡഡ് ബൈ x എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്ലോപ്പ് y/x പകരം ടാൻ തീറ്റ എടുത്താലും സ്ലോപ്പാണ്. ഇനി ഈ കേസിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ നോക്കി അറിയാം, എ എന്ന് പറയുന്ന ആ പോർഷനിൽ ദ ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. ഇതാണ് എ. അപ്പൊ വെലോസിറ്റി ഓഫ് എ എത്രയാണ്? വെലോസിറ്റി ഓഫ് എ ഈസ് tan 30. tan 30 you know it as 1/√3. ഇനി ഒരു ഒബ്ജക്റ്റും കൂടെ ഉണ്ട് ഇതിൽ തന്നെ. വേറൊരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട് ഈ പൊസിഷൻ ടൈം ഗ്രാഫില്. ഇനി അടുത്ത പോർഷൻ ഇതാണ് ബി. ബി എന്ന് പറയുന്ന പാർട്ടിക്കിളിനും ഇതേപോലെ വെലോസിറ്റി കണ്ടുപിടിക്കാം നമുക്ക്. ഹിയർ ദ ആംഗിൾ ഈസ് 45 ഡിഗ്രി. യു നോ ഇറ്റ് ഈസ് 45 ഡിഗ്രി. നൗ വെലോസിറ്റി ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോ സ്ലോപ്പിന് പകരം tan 45. യു നോ ദ വാല്യൂ ഓഫ് tan 45 ഈസ് 1. നൗ the question is ratio of the velocity of A to the velocity of B. Velocity of A by velocity of B. Velocity of A is 1/√3 and the velocity of B is 1. We got it as 1/√3. Or we may write VA is to VB എന്ന് എഴുതിയാൽ we will get 1 is to √3. Hence, the correct answer is option D. It is 1 is to √3. ആദ്യം വെലോസിറ്റി കണ്ടുപിടിച്ചത് എയുടെ ആണ്, അതിന് tan 30. അടുത്ത വെലോസിറ്റി കണ്ടുപിടിച്ചത് ബിയുടേതാണ്, അത് tan 45. tan 30യുടെയും tan 45ന്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ 1/√3/1, 1 is to √3. Now the next question is question number 5. Question number 5 distance traveled by a freely falling body falling freely in the first second of its fall is 4.9 meter. അത് തരണമെന്നില്ല, നമുക്കറിയാം. ഡിസ്റ്റൻസ് traveled in the first second is 4.9 meter. Distance covered in the second and third second, in 2 seconds അല്ല, second, in 3 seconds അല്ല, third second. അത് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഇൻ എ പെർട്ടിക്കുലർ സെക്കൻഡ് കണ്ടുപിടിക്കാൻ വേറെ റിലേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മളൊരു ചെറിയ ഷോർട്ട് കട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി falling freely from a height in the first, second and third seconds are in the ratio 1:3:5:7 etc. ഫസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ST V0 plus A into T minus half. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. Then we will get distance traveled in the first second is 4.9 meter. കണ്ടുപിടിക്കണം എന്നില്ല, ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഇനി സെക്കൻഡിൽ എത്ര? ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ സെക്കൻഡ് ഈസ് 3 into 4.9. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കി അറിയാം, 3 into 4.9 വിൽ ബി 14.7 മീറ്റർ. അപ്പൊ നമ്മൾ വേറെ ഇക്വേഷനിൽ ചെയ്യണ്ട, ഷോർട്ട് കട്ട് ആണ്, വേഗത്തിൽ അങ്ങ് എഴുതാം. ഇതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ ഫിഫ്ത്ത് സെക്കൻഡ്, ആ ഇക്വേഷനിൽ ഇട്ടാൽ കിട്ടും. തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നമ്മൾ ഇടുന്നില്ല. ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ തേർഡ് സെക്കൻഡ് ഈസ് 5 into 4.9. 5 into 4.9 is, we will get it as 24.5 meter. ഇനി ഓരോ സെക്കൻഡിൽ ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് ഏത് സെക്കൻഡിൽ കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ഈസ് 1 into 4.9, സെക്കൻഡ് സെക്കൻഡ് ഈസ് 3 into 4.9, third second is 5 into 4.9, fourth second is 7 into 4.9 and like that. That is distance traveled by the second and third seconds are 14.7 meters and 24.5 meters as given in option C. That is option C is the correct answer. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഒരു ഗ്രാഫ് വരച്ച് കാണിക്കുന്നുണ്ട്. It is a position time graph.
ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതാണ് ഗ്രാഫ്. ഈ ഗ്രാഫില് ഒരു ആരോ തന്നിട്ടുണ്ട്, എവിടെ നിന്ന് എങ്ങോട്ട് പോയി, ഇങ്ങനെയാണ് തന്നേക്കുന്നത്, ഫ്രം എ ടു ബി. അപ്പൊ ഇത് പല ടൈപ്പ് മോഷനെ കുറിച്ച് പറയുന്നുണ്ട് ഇതില്. പക്ഷെ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും എക്സാമ്പിൾ കൊടുത്ത് നോക്കൂ. ടൈം, ഫോർ എക്സാമ്പിൾ, അറ്റ് എ ടൈം ഓഫ് 4 PM, ഈ 4 PM എന്ന് പറയുന്ന ടൈമില് ഈ ഓബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് മൂവിങ് ഫ്രം one place to another. It may be moving from East Fort to Tambanur. East Fort in തമ്പാനൂരിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 4 PM നമ്മൾ നോക്കിയപ്പോൾ അത് ഈസ്റ്റ് ഫോർട്ടിൽ കണ്ടു, ഇതാണ് ഡിസ്റ്റൻസ്. അടുത്ത അതേ ടൈമിൽ നോക്കിയപ്പം തമ്പാനൂരും കണ്ടു. അപ്പൊ ഒരേ സമയത്ത് ഈ ഡിസ്റ്റൻസിലും ഉണ്ട്, ഈ ഡിസ്റ്റൻസിലും ഉണ്ട്. അപ്പൊ ഒരേ ടൈമിൽ 2 പൊസിഷനിൽ ഈ ഒബ്ജക്റ്റ് കാണുന്നു. Hence it is not possible. Hence such a graph is called impossible curve. അത് ഒരു കാരണമാണ്. എന്നാൽ ഇനിയുണ്ട്. ടൈം നമുക്ക് 10 മണി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 9 മണിയായെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. 10 മണി കഴിഞ്ഞിട്ട് 11 മണിയാവുള്ളൂ. അപ്പൊ ടൈം ഒരിക്കലും പുറകോട്ട് കാണിക്കാൻ പാടില്ല. അതും ഇമ്പോസിബിൾ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ 4 PM കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ 3 PM എത്തിയെന്ന് പറയാൻ പറ്റുമോ? എയിൽ നിന്ന് ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 3 PM is not possible. But time cannot be reversed. That is, this curve is an impossible curve. ഇതിൽ 2 എറേഴ്സ് ഉണ്ട്. ഒന്ന്, ഒരു ടൈമിൽ 2 പൊസിഷൻ റെപ്രസെന്റ് ചെയ്തു. വേറൊന്ന്, ടൈമിനെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് കാണിച്ചു, ടൈം കുറയണമായിട്ട് കാണിച്ചു. ഇത് 2 ഇമ്പോസിബിൾ ആയതുകൊണ്ട് such a graph is called impossible curve. Hence the answer is option D. It is an impossible curve. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ൽ ഇങ്ങനെ വെലോസിറ്റിയാണ്. Velocity varies with the time. By an equation, we have v equals at plus bt square. ഇതാണ് വെലോസിറ്റിക്ക് തന്ന ഇക്വേഷൻ. നമുക്ക് വേണ്ടത് a and b are constants പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ബിറ്റ്വീൻ 1 and 2 seconds. നമുക്ക് വെലോസിറ്റി എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. v ഈക്വൽ ടു എസ് ബൈ ടി ആയതുകൊണ്ട് എസ് ഈക്വൽസ് വി ഇൻറ്റു ടി. പക്ഷെ ഇങ്ങനെ എടുക്കാൻ നമുക്ക് മാർഗമില്ല. കാരണം വെച്ചാൽ വെലോസിറ്റി വേരീസ് വിത്ത് ടൈം. ടൈം അനുസരിച്ച് വേരി ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഈ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അടുത്ത ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ദാറ്റ് ടെക്നിക്ക് ഈസ് കോൾഡ് ഇന്റഗ്രേഷൻ. ഡിഫറൻഷിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, എസ് പോലെ നീട്ടിയിട്ടാൽ വായിക്കുന്ന ഇന്റഗ്രൽ ഓഫ്. ഇപ്പൊ ഇന്റഗ്രൽ ഓഫ് ടി റൈസ് ടു എൻ ഡി ടി. ഡി ടി എന്ന് കാണിച്ചാൽ ഏതാണോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ഏതാണോ വേരിയബിൾ എന്ന് കാണിക്കുന്നതാണ് ഡി ടി. അപ്പൊ നമുക്ക് കൊടുക്കാം ടി റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇത് ജനറൽ ഫോം ആണ്. ഇതാണ് ഇന്റഗ്രേഷന്റെ ജനറൽ ഫോം. ഇതേപോലെ നമുക്ക് 1-2 എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. എന്താണ് ഈ കാണിച്ചതെന്ന്? ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി എങ്ങനെ എഴുതാം? ടി റൈസ് ടു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1, ദാറ്റ് ഈസ് ടി ക്യൂബ് ബൈ 3. ഇതാണ് ഇന്റഗ്രേഷൻ. ഈ ഇന്റഗ്രേഷന് തന്നെ വേരിയേഷൻ കൊടുത്താൽ നമുക്കിപ്പോൾ പറയുന്നുണ്ട് ബിറ്റ്വീൻ 1 to 2 seconds, 1 മുതൽ 2 സെക്കൻഡ് വരെയുള്ള വേരിയേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രേറ്റ് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കാനായി നമുക്ക് ഇങ്ങനെ കൊടുക്കാം 1 to 2. ഇന്റഗ്രേഷന്റെ കുറച്ചൊരു മോഡിഫൈഡ് ഫോം ആണ്. ലിമിറ്റൂടെ കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ബ്രാക്കറ്റ് റൈറ്റ് സൈഡിൽ എഴുതി. ഇത് ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പം ഇനി ബ്രാക്കറ്റിൽ എഴുതണം ഈ 1 to 2. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ എഴുതും 1 to 2. ഇപ്പൊ നമുക്ക് എഴുതാം ഇറ്റ് വിൽ ബി, ഈ 1 to 2 കൊടുത്തപ്പോ 2 ക്യൂബ് ബൈ 3. ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 ക്യൂബ് ബൈ 3. ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വാല്യൂ കൊടുത്ത് എഴുതാം 8/3 മൈനസ് 1/3. ഇങ്ങനത്തെ വാല്യൂ എഴുതാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ ടേമിൽ തന്നെ നോക്കാം എങ്ങനെ എസ് കണ്ടുപിടിക്കാം. എസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ഫോം. ദാറ്റ് മീൻസ് എസ് ഈക്വൽസ് ഇന്റഗ്രൽ ഓഫ് വി ഡി ടി. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം ഫ്രം ദ ലിമിറ്റ് ഓഫ് 1 to 2 seconds. അപ്പൊ നമുക്ക് എഴുതാവുന്ന റിലേഷൻ എസ് ഈക്വൽസ്
ഇന്റഗ്രൽ ഓഫ് എ ടി പ്ലസ് ബി ടി സ്ക്വയർ, നമ്മളെ റിലേഷൻ എ ടി പ്ലസ് ബി ടി സ്ക്വയർ ഇൻറ്റു ഡി ടി, ലിമിറ്റ് കൊടുത്തു 1 to 2. ഇനി നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെ ഇരിക്കും നോക്കിയേ, എ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 പ്ലസ് ബി ഇൻറ്റു ടി ക്യൂബ് ബൈ 3. ലിമിറ്റിന് ഇവിടെയാണ് 1 to 2. അപ്പൊ നമുക്ക് നോക്കാം, എ ടി സ്ക്വയർ ബൈ 2 പ്ലസ് ബി ടി ക്യൂബ് ബൈ 3. ദ ലിമിറ്റ് ഈസ് ഫ്രം 1 to 2. അപ്പൊ ഞാൻ ഇതേപോലെ ഇട്ടു, എ ബൈ 2 അവിടെ എഴുതി, ഇത് എ ബൈ 2. ഇനി ടി സ്ക്വയർ, അതിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈ എഴുതിയത് പോലെ. അപ്പൊ അപ്പർ ലിമിറ്റ് എന്താ 2. അപ്പൊ ടി സ്ക്വയർ, ഇത് എ ബൈ 2 ഇവിടെ എഴുതി, അപ്പൊ 2 സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 1 സ്ക്വയർ ഇങ്ങനെ എഴുതിയതിൽ. അതേപോലെ ഇതിനും കൊടുക്കണം, ബി ടി ക്യൂബ് ബൈ 3ക്ക് അതിലും എഴുതി, ബി ബൈ 3 എഴുതിയിട്ട് ഇനി ലിമിറ്റ് കൊടുക്കണം. ടി ക്യൂബിന് ആദ്യം അപ്പർ ലിമിറ്റ്, അപ്പൊ 2 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് 1 ക്യൂബ്. ക്ലിയർ ആയിക്കോണല്ലോ. ആദ്യം ചെയ്യേണ്ടത് ഇന്റഗ്രേറ്റ് ചെയ്യൂ, എ ടി റേസ് ടു 1, ടി റേസ് ടു 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1, എ ടി സ്ക്വയർ ബൈ 2, ബി ടി സ്ക്വയർ ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1, ബി ടി ക്യൂബ് ബൈ 3. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ടിയുടെ വാല്യൂ ഏതാണ് വേരിയബിൾ, അത് ടി, ടിക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ടിയുടെ അപ്പർ ലിമിറ്റ് 2, ലോവർ ലിമിറ്റ് 1, ടൈമിന്റെ വേരിയേഷൻ. അപ്പൊ നമ്മൾ എഴുതി എ ബൈ 2 ഇൻറ്റു ടിക്ക് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, ബി ബൈ 3 ഇൻറ്റു 2 ക്യൂബ് മൈനസ് 1 ക്യൂബ്. അപ്പൊ നമുക്ക് വാല്യൂ എടുത്ത് എങ്ങനെ ഇരിക്കും, 4 മൈനസ് 1 3, അപ്പൊ 3 ബൈ 2 എ പ്ലസ് ഇവിടെ 8 മൈനസ് 1 7, അപ്പൊ 7 ബൈ 3 ബി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 3 ബൈ 2 എ പ്ലസ് 7 ബൈ 3 ബി. ഇതാണ് ഒരു ടെക്നിക്ക്. ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് ടൈം വേരിയേഷൻ ഉള്ള ഒരു ഫാക്ടറിനെ നമുക്ക് വെലോസിറ്റിയെ മാറ്റി ഡിസ്പ്ലേസ്മെന്റ് ആക്കി. നമ്മൾ ആൻസർ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, ഫൈനൽ ആൻസർ ഈസ് 3 ബൈ 2 എ പ്ലസ് 7 ബൈ 3 ബി. ഇതാണ് ഇന്റഗ്രേഷൻ ടെക്നിക്ക്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, 3 ബൈ 2 എ പ്ലസ് 7 ബൈ 3 ബി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 പറയുന്നത്, ദ ഡിസ്റ്റൻസ് എക്സ് of a particle moving in one dimension under the action of a constant force is related to time t as t equals root x plus 3. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. പക്ഷെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി if the particle, displacement of the particle when its displacement is, when its velocity is 6 meter per second. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ. അപ്പൊ നമുക്ക് വെലോസിറ്റി വേണം, വേറെ ഡേറ്റാസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതിനാദ്യം വെലോസിറ്റി ആക്കണം. വെലോസിറ്റി തന്നേക്കുന്നത്, വെലോസിറ്റിയുടെ വാല്യൂ 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഞാൻ ഉടനെ റൂട്ട് എക്സ് ഈക്വൽ ടി മൈനസ് 3 അങ്ങോട്ട് വന്ന് റീഅറേഞ്ച് ചെയ്തു. എന്നിട്ടൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. യു വിൽ ഗെറ്റ് എക്സ് ഈക്വൽസ് ടി മൈനസ് 3 സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ മൈനസ് 60 പ്ലസ് 9. ഇപ്പൊ നമുക്ക് പഴയതുപോലെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എക്സ് എന്നോ എസ് എന്നോ റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. അപ്പൊ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റി ഈസ് 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. വി ഹാവ് ഡി എക്സ് ബൈ ഡി ടി. നേരത്തെ പറഞ്ഞു ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നത് 2t ആണ്. അടുത്ത 60 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 ആണ്. 9 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആണ്. ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1, അപ്പൊ 2t. 6 ഇൻറ്റു ഡി ടി ബൈ ഡി ടി, അത് 1. 9 കോൺസ്റ്റന്റ് ആയ ഡിഫറൻഷ്യൽ 0. ഇപ്പൊ നമുക്ക് കിട്ടിയത് വെലോസിറ്റി ആണ് 2t minus 6. In the question it is given that the velocity is 6 meter per second. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 2t minus 6 equals 6. That is 2t equals 6 plus 6 equal to 12. T equals 12 by 2.
അപ്പൊ നമുക്ക് കിട്ടി 6 seconds. ഇപ്പൊ വെലോസിറ്റി 6 meter per second ആകുന്നത് 6 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. Then the displacement at this time, that is at velocity 6 meter per second, time is 6 seconds. Then the displacement is x equals t square minus 6t plus 9. That is, t is put t equal to 6. We'll get 6 square minus 6 into 6 plus 9. 6 square is 36. Again, 6 into 6 is 36 plus 9. The displacement is 9 meter. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേഗത്തിൽ ഒന്ന് പറയാം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ടി ഈക്വൽ ടു ഉണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് വെലോസിറ്റി എടുക്കുന്നത് നമ്മൾ അതിനെ എക്സ് ആക്കാൻ ചെയ്തതാണ്. റൂട്ട് എക്സ് ഈക്വൽ ടി മൈനസ് 3 സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയതാണ് എക്സ് ഈക്വൽ ടി സ്ക്വയർ മൈനസ് 6t പ്ലസ് 9. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2t മൈനസ് 6. ആ വെലോസിറ്റി 6 എന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈക്വൽ ടു 6 ഇട്ട് ടൈം കണ്ടുപിടിച്ചു. ഈ ടൈം വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് തിരിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയാണ് 6 square minus 6 into 6 plus 9. We'll get this 9 meter. Here the answer is option A, 9 meter. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9ൽ പറയുന്നത് a rocket is fired vertically from the ground with a resultant vertical acceleration of 10 meter per second square. Acceleration തന്നിട്ടുണ്ട് 10 meter per second square. Fuel is finished in 1 minute. അപ്പോൾ 1 minute, that means 60 seconds. ഇത്രയും സമയത്ത് ഫ്യൂവൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് അത്രയും ദൂരം കൊടുത്ത ആക്സലറേഷൻ നമുക്ക് തരുന്നുണ്ട് എ. അതിന്റെ ബാക്കിയുണ്ട് ആൻഡ് കണ്ടിന്യൂസ് ടു മൂവ് അപ്പ്. വാട്ട് ഇസ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്? ഇപ്പൊ 2 പാർട്ട് ആയിട്ട് വിചാരിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു അപ്വേർഡ് മോഷൻ വിചാരിച്ചാൽ ഇതാണ് ഫസ്റ്റ് പാർട്ട് എ ടു ബി, സെക്കൻഡ് പാർട്ട് ഈസ് ബി ടു സി. ഇത്രയും ഭാഗത്ത് ഒരു ആക്സലേഷൻ കൊടുക്കുന്നുണ്ട് വിത്ത് ഫ്യൂവൽ. അപ്പൊ ഞാൻ എ ടു ബിയിൽ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളെ ഡേറ്റ. ഇത് വെച്ച് നമുക്കൊരു കൊടുക്കാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ് റോക്കറ്റ് എന്ന് പറയുമ്പോൾ, തറയിൽ നിന്നിട്ട് പ്രൊജക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാമല്ലോ. വി ഹാവ് ഫോർ എ ടു ബി എസ് ഈക്വൽസ് v0t plus half a t square. 0 plus half into a is 10 and t is 60 seconds. 60 square. Upper 60 square is you note as 36 followed by 2 zeros. Half into 10 into 3600. The answer will be 18,000 meter, or am I right? 18 kilometer. The first part ആണ്. ഇത് റോക്കറ്റിന്റെ ഫ്യൂവൽ തീർന്നാൽ ആ എനർജി ഉള്ളത് പിന്നെയും കുറെ ദൂരം മുകളിലേക്ക് പോകും. അത് മുകളിലേക്ക് പോകുമ്പോൾ ഫൈനലി ദ വെലോസിറ്റി ബിക്കം 0. എവിടെയെങ്കിലും പോയി നിന്നേ പറ്റുള്ളൂ മുകളിലേക്ക് പോകുമ്പോൾ. ദാറ്റ് മീൻസ് ഹിയർ വി ടി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഫോർ ദ പാർട്ട് ബി സി. ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി എത്രയെന്ന് അറിയാമെങ്കിൽ വി മേ പുട്ട് വി ടി ഈക്വൽ ടു 0. ബട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള വെലോസിറ്റിയാണ് ഇനിഷ്യൽ വെലോസിറ്റി. ആ വെലോസിറ്റി എത്രയെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പൊ ഫോർ ദ ഫസ്റ്റ് 1 minute ഫോർ എ ബി വീണ്ടും എടുക്കുകയാണ് ഞാൻ. ഈ എ ടു ബി എത്ര വെലോസിറ്റി എത്തി നോക്കാം. വി ടി ഈക്വൽ v0 പ്ലസ് എ ഇൻറ്റു ടി. v0 0 ആണ്, നമ്മൾ എഴുതി. ഈ പാർട്ട് തന്നെ എടുക്കുന്നത്. എ 10 ആണ്, ടൈം 60 ആണ്. ദാറ്റ് മീൻസ് 600 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ബിയിലെത്തി. അപ്പൊ ബിയിൽ നിന്ന് സിയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഹിയർ ഈസ് 600 മീറ്റർ പെർ സെക്കൻഡ്. ഈ വെലോസിറ്റി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കൊടുക്കാവുന്ന റിലേഷൻ വി ടി സ്ക്വയർ ഈക്വൽസ് v0 square plus 2as. Here the final velocity is 0. Vt is 0 at the highest point. Initial velocity ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വെലോസിറ്റി നമ്മൾ എടുത്തു 600 the square. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത, ഫ്യൂവൽ തീർന്നാൽ it will move only with the gravitational force. For the acceleration due to gravity, during upward motion, a equals minus g equals minus 9.8. Without fuel, it will move with an acceleration. This is because of gravity. 2 into minus g minus 9.8 into s. Okay. അപ്പോൾ നമുക്ക് നോക്കാം. 0 equals ഇവിടെ 36 followed by
4 zeros minus 19.6s. അതിപ്പുറത്ത് വന്നാൽ എന്താവും? 19.6s equals 360000. S equals 360000 divided by 19.6. Then we will get it as 18,000. The answer will be 18,367.4. Nearly 18.4 kilometer. മൂന്ന് പ്ലേസ് ഇങ്ങോട്ട് മാറ്റിയാൽ will get it convert into kilometer. But first part is here, it is 18 kilometer. Second part is here, it is 18.4 kilometer. This part is 18 kilometer. The second part is 18.4 kilometer. The total distance is 18 plus 18.4, which is equal to 36.4 kilometers. Hence, the correct answer is option C. Next is question number 10. ഒരു ഗ്രാഫാണ്, സാധാരണ നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് ഗ്രാഫാണ് നമ്മൾ കൊടുത്തത്. എസ് എഗൻസ്റ്റ് ടി. അപ്പൊ എസ് എഗൻസ്റ്റ് ടി ഗ്രാഫ് കൊടുത്തപ്പോൾ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി, സാധാരണ നമ്മൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും എസ് ഈക്വൽസ് V0t പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന എപ്പോഴും യൂണിഫോം ആക്സിലറേഷന് മാത്രമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എസ് ഈക്വൽസ് KT സ്ക്വയർ പാരാബോളിക് ഷേപ്പിൽ കിട്ടുന്നതുകൊണ്ട് ഈ ഗ്രാഫൊക്കെ യൂണിഫോം ആക്സിലറേഷനിലാണ്. ഇവിടെ ഈ ഷേപ്പിലൊക്കെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്താ പോണത്. ഇവിടെ നിന്നൊരു സ്ലോപ്പ് എടുത്ത് നോക്കാം, ഇവിടെ എടുത്ത് നോക്കാം. ഇപ്പൊ എസ് കൂടി കൂടി പോകുന്നുണ്ട് ടൈം കഴിയുന്തോറും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് യൂണിഫോം ആക്സിലറേഷൻ. ഇതിന്റെ ഒരു ചെറിയ പാർട്ട് എടുത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഇത്രയും മാത്രം. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് യൂണിഫോം ആക്സിലറേഷൻ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, സ്ലോപ്പ് ഇൻക്രീസിങ് ആയതാണ്, പാരാബോളിക് ആണ്. പാരാബോളിക് എല്ലാം യൂണിഫോം ആക്സിലറേഷൻ ആണ്. സ്ലോപ്പ് ഇൻക്രീസ് ആണെങ്കിൽ പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷൻ മീൻസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ. ഇറ്റ് ഈസ് സിംപ്ലി പോസിറ്റീവ് ആക്സിലറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. എന്ത് ഷേപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ, മേ ബി ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് യൂണിഫോം ആക്സിലറേഷൻ. ഏത് ഗ്രാഫ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞു, ഏരിയ കണ്ടുപിടിക്കുന്നത് y ഇൻറ്റു എക്സ് ആണ്. y ആക്സിൽ ആക്സിലറേഷൻ ആണ്, എക്സ് ആക്സിൽ ടൈം ആണ്. അപ്പൊ ഏരിയ ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ y ഇൻറ്റു എക്സ്, ആക്സിലറേഷൻ ഇൻറ്റു ടൈം. വി ഹാവ് ആക്സിലറേഷൻ ഈക്വൽസ് വെലോസിറ്റി ബൈ ടൈം. അപ്പൊ ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഈസ് വെലോസിറ്റി. ദാറ്റ് ഈസ് area under the acceleration time graph will give the velocity. Y ആക്സിൽ എന്തുണ്ടോ അതിനെ എക്സ് ആക്സിൽ ഉള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ. Y ആക്സിൽ ആക്സിലറേഷൻ ആണ്, എക്സ് ആക്സിൽ ടൈം ആണ്. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എടുത്താൽ കിട്ടേണ്ടത് വെലോസിറ്റി ആണ്. ഹെൻസ് ഏരിയ അണ്ടർ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് ദ വെലോസിറ്റി ആൻഡ് ഹെൻസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. 2 cars P and Q starts from a point and along a straight line, moving along a straight line. Positions are represented by XP. X എന്ന് പറയുന്നത് P യുടെ പൊസിഷൻ അറ്റ് എ ടൈം T is given by AT plus BT സ്ക്വയർ. അടുത്ത കാറിന്റെ പൊസിഷൻ നമ്മൾ കാണിക്കുന്നത് T ടൈം കഴിഞ്ഞപ്പോൾ ഈ കാർ എവിടെ എത്തി? SQ അറ്റ് എ ടൈം T. It is FT minus T സ്ക്വയർ. നമ്മളെ ക്വസ്റ്റ്യനിൽ at what time the cars have the same velocity. ഇപ്പൊ രണ്ടിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ അറിയാലോ, നേരത്തെ നമ്മൾ ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ we will get the velocity. x by t എടുക്കാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാണ്, xp divided by dt. ഒന്നാമത്തെ കാറിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ d by dt of at plus bt square. A into dt by dt, we will get A. B into t square, നേരത്തെ ചെയ്തു 2t.
അപ്പോൾ വെലോസിറ്റി ഓഫ് പി കിട്ടി എ പ്ലസ് ബി ഇൻറ്റു 2t. ഇതേപോലെ ക്യൂ എന്ന കാറിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഡി എക്സ് ക്യൂ ബൈ ഡി ടി. ഇതിനെ ഡിഫറൻസ് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ഈ ടേം കൊടുത്താൽ എഫ് ടി മൈനസ് ടി സ്ക്വയർ. ഇപ്പൊ നമുക്ക് മനസ്സിലായി എഫ് ഇൻറ്റു ഡി ടി ബൈ ഡി ടി ഇറ്റ് ഈസ് 1. ദെൻ ടി സ്ക്വയർ 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1. ഇതാണ് വെലോസിറ്റി ഓഫ് ക്യൂ. അടുത്ത കാറിന്റെ വെലോസിറ്റി നമുക്ക് കിട്ടി. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ക്യൂ. നമുക്ക് തന്നിട്ടുള്ളത് അറ്റ് വാട്ട് ടൈം വെലോസിറ്റി ഓഫ് പി ഈക്വൽസ് വെലോസിറ്റി ഓഫ് ക്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് രണ്ട് ഈക്വൽ ആണ്. എ പ്ലസ് ബി ഇൻറ്റു 2t ഈക്വൽസ് എഫ് മൈനസ് 2t. നമുക്ക് കണ്ടുപിടിക്കേണ്ട അറ്റ് വാട്ട് ടൈം എന്നാണ്. അപ്പൊ ടൈം വേണം. അപ്പൊ ടൈം ഉള്ള ഫാക്ടറിനെ ഒരിടത്താക്കി ഒരു സൈഡിൽ കൊണ്ടൊരു ബി ഇൻറ്റു 2t പ്ലസ് 2t ഈക്വൽസ്. അപ്പൊ ഈ ടൈമിന് അപ്പുറത്ത് പോയാൽ മൈനസ് ആയി, എഫ് മൈനസ് എ. ഇതിലിപ്പോ ടി കോമൺ ഫാക്ടർ കിട്ടി, നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റി. അപ്പൊ ടി ഇൻറ്റു 2t കൊടുക്കാം നമുക്ക്. 2t ഇൻറ്റു ബാക്കി എന്തുണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി 1 പ്ലസ് ബി. ഇവിടെ ബി പ്ലസ് 1 പ്ലസ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലുണ്ട് എഫ് മൈനസ് എ. ഇതിന് ടി എഴുതിയാൽ എന്ത് കിട്ടും? എഫ് മൈനസ് എ ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി. ഇതാണ് നമ്മുടെ ടൈപ്പ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വിൽ ഗെറ്റ് ആസ് എ പ്ലസ് ബി ഇൻറ്റു 2t. ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എഫ് മൈനസ് 2t. ഈ രണ്ട് വെലോസിറ്റി സെയിം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. ടൈം കണ്ടുപിടിക്കേണ്ട ടൈം എല്ലാം ഒരേ സൈഡിലേക്ക് മാറ്റി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി റിലേഷൻ. 2t കോമൺ ഫാക്ടർ എടുത്തപ്പോൾ കിട്ടിയത് 2t ഇൻറ്റു 1 പ്ലസ് ബി. ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഈക്വൽ ടു എഫ് മൈനസ് എ. അപ്പൊ ടി ഈക്വൽസ് എഫ് മൈനസ് എ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി നമുക്ക് കിട്ടി. അപ്പൊ നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എഫ് മൈനസ് എ ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി. ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എഫ് മൈനസ് എ ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. The position of a particle varies with the time as x equals 25 plus 2t plus 7t square. X equals 25 plus 2t plus 7t square. ഇത് എന്ത് ടൈപ്പ് മോഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഇറ്റ്? അപ്പൊ നമുക്ക് ആദ്യം നേരത്തെ പോലെ വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഡി എക്സ് ബൈ ഡി ടി. 25 കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷ്യൽ 0 ആണ്. 2 ഇൻറ്റു ഡി ടി ബൈ ഡി ടി 2 ആണ്. 7 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1. അപ്പൊ 2t കിട്ടും. അപ്പൊ 2 പ്ലസ് 14t. ഇതാണ് വെലോസിറ്റി. ഡി എക്സ് പറ്റി കൊടുത്തപ്പോൾ വെലോസിറ്റി കിട്ടി. ടൈമിന് 0 കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. ടൈമിന് 1 കൊടുക്കുമ്പോൾ 16 എന്ന് കിട്ടും. അപ്പൊ ടൈം അനുസരിച്ച് മാറുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ഇത് യൂണിഫോം അല്ല. യൂണിഫോം വെലോസിറ്റി ആണെന്ന് വെച്ചാൽ അല്ല. ടൈമിന് പല വാല്യൂസ് കൊടുത്താൽ പല വെലോസിറ്റി കിട്ടുന്നുണ്ട്. ടൈം മാറുന്നതനുസരിച്ച് വെലോസിറ്റി മാറി മാറി പോണുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഇപ്പൊ വെലോസിറ്റി നമുക്ക് കിട്ടി 2 പ്ലസ് 14t. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് ആക്സിലറേഷൻ. അപ്പൊ ഞാൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കാമെന്ന് വെക്കുന്നു. ആക്സിലറേഷൻ എ ഈക്വൽസ് ഡി വി ബൈ ഡി ടി. അപ്പൊ വി വിൽ ഗെറ്റ് എ ഈക്വൽസ് ഡി വി ബൈ ഡി ടി. അപ്പൊ ഡി വി ബൈ ഡി ടി ഈക്വൽസ് ഇങ്ങനെ എഴുതാം. ഇറ്റ് വിൽ ബി ഡി ബൈ ഡി ടി ഓഫ് 2 പ്ലസ് 14t. അപ്പൊ ഈ നമ്മൾ കിട്ടിയ വെലോസിറ്റി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ആക്സലറേഷൻ കിട്ടാൻ. കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ 0 ആണ്, അതിന് ഡിഫറൻഷ്യൽ ഇല്ല. 14 ഇൻറ്റു ഡി ടി ബൈ ഡി ടി ഇറ്റ് ഈസ് 1. അപ്പൊ എ ഈക്വൽസ് 0 പ്ലസ് 14. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 14. ഇപ്പൊ കിട്ടിയ ആക്സലറേഷൻ ടൈം എന്ന ഫാക്ടറേ ഇല്ല. അപ്പൊ ടൈം അനുസരിച്ച് ആക്സലറേഷൻ മാറുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ എപ്പോഴും ഒരേപോലെ ഇരുന്നാൽ അതിന്റെ പേര് യൂണിഫോം എന്നാണ്. ടൈം വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സിലറേഷൻ. ആദ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് നോക്കി വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിയപ്പോൾ ടൈം ഫാക്ടർ ഉണ്ട്. ടൈം മാറിയാൽ വെലോസിറ്റി മാറി മാറിപ്പോവും. ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം. അടുത്ത് നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി.
കിട്ടിയ ആക്സലറേഷനിൽ ടൈം ഫാക്ടർ ഇല്ല. അപ്പൊ ടൈം മാറിയാൽ ആക്സലറേഷൻ മാറില്ല. ഹെൻസ് ഇറ്റ് ഈസ് ഇൻ യൂണിഫോം ആക്സലറേഷൻ. ഹെൻസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, യൂണിഫോം ആക്സലറേഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. എ ബോഡി ഈസ് ട്രാവലിംഗ് ഈസ്റ്റ് വിത്ത് എ സ്പീഡ് ഓഫ് 9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ അതിന് 9 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. ടൈം 0 ആയിരുന്നപ്പോൾ വെലോസിറ്റി ആണ് v0 എന്ന് കറക്റ്റ്. അടുത്ത ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം, ട്രാവലിംഗ് ഈസ്റ്റ് ആയിരുന്നു ഇത്. ഓബ്ജക്ട് ഈസ് ട്രാവലിംഗ് ഈസ്റ്റ് വിത്ത് എ സ്പീഡ് ഓഫ് 9 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് കാണിച്ചതോ ആക്സിലറേഷൻ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് ആക്ടിങ് വെസ്റ്റ് ആണ്. ആക്സിലറേഷൻ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ റിട്ടാർഡ് ദ മോഷൻ. ദാറ്റ് മീൻസ് എ ഈക്വൽസ് -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിൽ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഡ്യൂറിങ് 5th സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ 8th സെക്കൻഡ് നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചതാണ്. എസ് ടി ഈക്വൽസ് v0 പ്ലസ് എ ഇൻറ്റു ടി മൈനസ് ഹാഫ്. ഇതാണ് നമ്മളെ ഇക്വേഷൻ. അപ്പോൾ ഈസ്റ്റിലേക്ക് പോയിട്ട് വെസ്റ്റിൽ ആക്സലറേഷൻ കൊടുത്തുകൊണ്ടാണ് മൈനസ് കൊടുത്തത് ആക്സലറേഷനിൽ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി പോയി 9 പ്ലസ് -2 ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് എത്രാം സെക്കൻഡ്? 5th സെക്കൻഡ്. അപ്പോൾ 5 മൈനസ് 1/2. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി 9 മൈനസ് 2. ഇത് 5 മൈനസ് 1/2 is 9/2. 2 ക്യാൻസൽ ചെയ്തു. വിൽ ഗെറ്റ് 9 മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ 5th സെക്കൻഡ് എത്രയാണെന്ന് വെച്ചാൽ 0 എന്ന് കിട്ടും. ആദ്യം ഈസ്റ്റിലേക്ക് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, വെസ്റ്റിലേക്ക് ആക്സലറേഷൻ പറഞ്ഞാൽ ആക്സലറേഷൻ നെഗറ്റീവ് കൊടുത്തു. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു ദ ആൻസർ ഈസ് 0. ഹെൻസ് ദ കറക്റ്റ് ആൻസർ ഈസ് 0 ഈസ് ഓപ്ഷൻ ഡി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി ടൈം ഈസ് ഗിവൺ ബൈ എക്സ് ഈക്വൽസ് 2t ക്യൂബ് മൈനസ് 3t സ്ക്വയർ പ്ലസ് 4t. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ, തന്നിരിക്കുന്ന ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ആക്സിലറേഷൻ ഈസ് 0. നേരത്തെ പറഞ്ഞതിന്റെ കുറച്ചൊരു മാറ്റം. ആദ്യം വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കാം. dx/dt 2 ഇൻറ്റു ടി ക്യൂബ് ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടും? 3t സ്ക്വയർ. 3 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 3 മൈനസ് 1. നൗ 3 ഇൻറ്റു 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1 2t പ്ലസ് 4 ഇൻറ്റു dt/dt. ഇതാണ് ഡിഫറൻസിയേഷൻ. വിൽ ഗെറ്റ് ദ വെലോസിറ്റി. വെലോസിറ്റി ഈക്വൽസ് 6t സ്ക്വയർ മൈനസ് 6t പ്ലസ് 4. ഇതാണ് വെലോസിറ്റി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ ഇതിൽ ടൈം ഇല്ല. പകരം നമുക്കൊരു ഡേറ്റ തന്നു. വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. അപ്പൊ നമുക്ക് വീണ്ടും ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. dv/dt. അപ്പൊ നമ്മൾ 6t സ്ക്വയർ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് d/dt ഓഫ് നമുക്ക് വേണ്ടുന്ന ടേം ഇതാണ് 6t സ്ക്വയർ മൈനസ് 6t പ്ലസ് 4. നമുക്ക് നോക്കാം. 6 ഇൻറ്റു ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t മൈനസ് 6 ഇൻറ്റു dt/dt അത് 1. അടുത്തത് 4 ആണ് ഡിഫറൻഷിയേറ്റ് 0. ഇപ്പൊ നമുക്ക് തന്നത് കിട്ടിയ ആൻസർ 12t മൈനസ് 6. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം നോക്കിയേ. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. അപ്പൊ ഇതിനെ നമുക്ക് 0 കൊടുക്കണം. ദാറ്റ് ഈസ് 12t മൈനസ് 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 12t ഈക്വൽസ് 6. അപ്പൊ t എത്ര? 6/12. ദാറ്റ് ഈസ് 1/2. ഇറ്റ് ഈസ് 1/2. അപ്പൊ നമുക്ക് ടൈം കിട്ടി. ഇറ്റ് ഈസ് 1/2 സെക്കൻഡ്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ആണ്. വെൻ ആക്സലറേഷൻ ഈസ് 0. ആക്സലറേഷൻ 0 കൊടുത്ത് നമ്മൾ ടൈം കണ്ടുപിടിച്ചു. ഈ ടൈം ഇതിൽ കൊടുത്താൽ നമുക്ക് വെലോസിറ്റി ഡയറക്റ്റ് ആയിട്ട് കിട്ടി. v ഈക്വൽസ് 6t സ്ക്വയർ മൈനസ് 6t പ്ലസ് 4. We may put t equal to 1/2. 6 into 1/2 square minus 6 into 1/2 plus 4. അപ്പോൾ 6/4 minus 3
plus 4. 6 by 4 is 3 by 2. That is 1.5 minus 3 plus 4. We will get 2.5. Minus 3 plus 4 is 1. 1 plus 1.5 is 2.5. Hence, the final answer is 2.5 meter per second. Hence, the correct answer is option A. It is 2.5 meter per second. അടുത്ത question number 16 ആണ്. അതിൽ തന്നിട്ടുള്ള ഡേറ്റാസ് ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ദാറ്റ് ഈസ് v0 equals 0. ഹാവിംഗ് ആക്സിലറേഷൻ ഓഫ് അപ്പോൾ a equals 20 centimeter per second square. The time given is 8 seconds. Distance traveled കണ്ടുപിടിക്കാം. You may use the direct equation, the second equation of motion. S equals v0t plus half a t square. v0 is 0. That is 0 plus half into a 20 centimeter per second square and then 8 square. Half into 20 is 10 into 8 square, 64. The answer is 640 centimeters. The final answer is 640 centimeter as given by option B. Correct answer is option B. It is 640 centimeters. അടുത്തത് question number 17 ആണ്. Simple question ആണ്. Stopping distance of vehicle is proportional to എന്താണ്? Stopping distance എന്ന് പറയുമ്പോൾ Vt equal to 0. Relation എഴുതിയാൽ Vt square equal to V0 square plus 2as. 0 equals V0 square plus 2as എന്ന് കിട്ടും. ഇതിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എഴുതണമെങ്കിൽ minus 2as equals V0 square. S equals minus V0 square by 2a. That is S proportional to minus V0 square. Stopping distance is directly proportional to the square of the velocity. അപ്പോൾ അതിന് സ്ക്വയർ ഓഫ് വെലോസിറ്റി വേണ്ടത്. ആദ്യം എന്ത് വെലോസിറ്റി ആയിരുന്നോ അപ്പോൾ അത് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിയിലാണ് അതിന്റെ സ്ക്വയറിനനുസരിച്ചാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരേണ്ടത്. ഹെൻസ് ദ കറക്റ്റ് ആൻസർ ഈസ് സ്ക്വയർ ഓഫ് വെലോസിറ്റി. ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്ക്വയർ ഓഫ് വെലോസിറ്റി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ഡയറക്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോയി സെമി സർക്കിൾ നമുക്കിങ്ങനെ വിചാരിച്ചാൽ ഇതാണ് എൻ്റെ റേഡിയസ്. ദ റേഡിയസ് ഈസ് ഗിവൺ ആസ് 2 മീറ്റർ. നമ്മൾ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ഇതാണ് ഇനിഷ്യൽ പോയിന്റ്, ഇതാണ് അതിന്റെ ഫൈനൽ പോയിന്റ്. എത്രയാണ് ഡിസ്റ്റൻസ്? യു നോ ദ ഡിസ്റ്റൻസ് ഈസ് ലെങ്ത് ഓഫ് പാത്ത്. ലെങ്ത് ഓഫ് പാത്ത് മീൻസ് സർക്കിളിന്റെ ഡിസ്റ്റൻസ് ആണെങ്കിൽ 2πr ആണ്. അപ്പോൾ സെമി സർക്കിൾ ആയതുകൊണ്ട് 2πr by 2. That is the distance is 2πr by 2. It is pi r. You know the value of pi. It is 3.14. Radius is given in the question as 2. That is 6.28 meter. This is the distance. While we have to calculate displacement, directed distance initial to final point like etra displacement under direction set. The displacement is initial to final point we directly taken angle is 2 meter. Next part is 2 meter. 2 meter plus 2 meter equals 4 meter. Hence, here the displacement is 4 meter and the distance is 6.28 meter. Hence, the answer is option A as the displacement is 4 meter and the distance is 6.28 meter. Option A is correct answer. അതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചെറിയ വേരിയേഷൻ മാത്രം. വീണ്ടും ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എഴുതണം. ഒരു ഓബ്ജക്റ്റ് 3 മീറ്റർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, എന്നിട്ട് ഇത് 4 മീറ്റർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു. ഇയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തെന്ന് ചോദിച്ചാൽ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആക്ച്വലി 7 മീറ്റർ ആണ്. ദ ഡിസ്റ്റൻസ് ഈസ് 3 മീറ്റർ plus 4 meter is equal to 7 meter. It is the actual distance covered by him. But how much will be his displacement? Initially he was here and finally now here. That is the displacement is like this. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം root of 3 square plus 4 square. And the displacement will be S equals root of 3 square plus 4 square equal to 9 plus 15
equal to root 25 equal to 5 meter. Hence, his distance is 7 meter while the displacement is only 5 meters. Hence, the answer is option D. Option D is the correct answer. The distance is 7 meter and the displacement is 5 meter. അടുത്ത question number 20 ആണ്. In the case of a body thrown vertically up at the highest point, ഏത് ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിഞ്ഞാലും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ നിൽക്കണം. Hence, it will stop at the highest point. അതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി 0 ആവും. അവിടെ ഒരു കേസാണ്, is it possible for a body to have acceleration without velocity? സാധാരണ ഇതിൽ നമ്മൾ പറയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇസ് ആക്സലറേഷൻ. വെലോസിറ്റി എത്ര മാറുന്നു അതാണ് ആക്സലറേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷേ വെലോസിറ്റി 0 ആണ്. ഈവൻ ദോ ഇറ്റ് ഹാസ് ആൻ ആക്സലറേഷൻ, സിൻസ് ഇറ്റ് ഹാസ് ദ ടെൻഡൻസി ടു മൂവ് ഡൗൺ വിത്ത് an acceleration equal to g. This is because of the acceleration due to gravity, because of the attraction of earth. Hence, in this case, even though velocity is 0, a equal to minus g. Minus g is put to give sign conventions. Downward is taken as negative by sign convention. That is why it is taken as minus g. That is, in the case of a body thrown vertically up at the highest point, even though the velocity is 0, it has an acceleration which is directed downward. Hence, the correct answer is velocity is 0 and the acceleration is minus g. Hence, the correct answer is option C. അടുത്തത് question number 21. യൂണിഫോം സർക്കുലർ മോഷൻ എന്ത് പ്രത്യേകത ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കണം. യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒറ്റ സ്പീഡേ ഉള്ളൂ, സ്പീഡിന് മാറില്ല. നമ്മൾ പഠിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സലറേഷൻ എന്നാണ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്താലേ ആക്സലറേഷൻ വരാൻ പാടുള്ളൂ. ഒറ്റ വെലോസിറ്റിയിൽ ആക്സലറേഷൻ ഇല്ല, ആക്സലറേഷൻ 0 ആണ് ആവേണ്ടത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യൂണിഫോം സ്പീഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഇതിന്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അത് മൂവ് ചെയ്ത് അങ്ങോട്ടായിരുന്നു, അതിന്റെ ടാൻജന്റ് ആണ് എപ്പോഴും സർക്കിളിന്റെ ഡയറക്ഷൻ. ഇതേ ഓബ്ജക്റ്റ് ഇവിടെ എത്തിയപ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായി. അപ്പൊ വെലോസിറ്റി വേറെ ആയി. വെലോസിറ്റി മാറണമെങ്കിൽ ഡയറക്ഷൻ മാറിയാലും മതി. അപ്പോൾ വെലോസിറ്റി മാറിയപ്പോൾ ഡയറക്ഷൻ മാറി, പൊസിഷൻ വെക്ടർ മാറി, ഡയറക്ഷൻ മാറി. ഇതിന്റെ സ്പീഡ് യൂണിഫോം ആണ്, എന്നാലും ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. കാരണം ഒരേ സ്പീഡിൽ പല വെലോസിറ്റിയാണ് ആകുന്നത്. വെലോസിറ്റി മാറാനുള്ള കാരണം ഡയറക്ഷൻ മാറി. വെലോസിറ്റി ഈസ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഒരേ സ്പീഡിൽ പോണ ഒരു ഓബ്ജക്റ്റിന് വെലോസിറ്റി മാറാം ഡ്യൂറിങ് സർക്കുലർ മോഷൻ. ഹെൻസ് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ. യൂണിഫോം സ്പീഡിൽ പോണതിന് ഒരു ആക്സിലറേഷൻ ഉണ്ട്, അത് സെന്ററിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ there is an acceleration even though it is having uniform speed. Hence in this case, it is an example for uniform speed but with an acceleration. Acceleration direction ചോദിച്ചാൽ it will be radial along the radius. അതിന്റെ പേര് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒരു ഓബ്ജക്റ്റിന് യൂണിഫോം സ്പീഡ് ആയാലും ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. It is an example for uniform circular motion which is having uniform speed with an acceleration. Question number 22. ഒരു ഗ്രാഫ് ആണുള്ളതിൽ S against V. ഇതാണ് ഒരു ഗ്രാഫ്, S against V. സാധാരണ നമ്മൾ കാണാത്ത ഒരു ഗ്രാഫ് ആയിരിക്കാം. ആ ഗ്രാഫിൽ തന്നു S against V. ഇവിടെ ഒരു പാരാബോളിക് ഷേപ്പ് കിട്ടി. ഇത് കണ്ടാൽ നമുക്ക് ചിന്തിക്കാവുന്നത് we have a relation VT square equal to V0 square plus 2AS. ഇതിൽ V എന്ന് കൊടുക്കുക, V0 0 എന്ന് കൊടുത്ത് നോക്കൂ. We will get V square equals 2AS. That is, V square is proportional to S. ഇങ്ങനെ ഏത് ഗ്രാഫ് വന്നാലും അത് പാരാബോളിക് ഷേപ്പ് ആയിരിക്കണം. പാരാബോളിയുടെ ഇക്വേഷന്റെ ഫോം ആണ്. അതുകൊണ്ട് പക്ഷേ ഈ ഇക്വേഷൻ കിട്ടിയെങ്കിൽ നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ മാത്രമേ ഈ ഇക്വേഷൻസ് എഴുതാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ്റെ ആണ്. നമ്മൾ എഴുതിക്കുന്ന ഇക്വേഷൻ യൂണിഫോം ആക്സിലറേഷൻ്റെ ആണ്. ആ ഇക്വേഷൻ വരുമ്പോൾ V സ്ക്വയർ പ്രൊപ്പോർഷണൽ S വരണം. V സ്ക്വയർ പ്രൊപ്പോർഷണൽ S വരികയാണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നോക്കിയാൽ നമുക്ക് പറയാം this represents uniform acceleration. Hence the answer is option B, and the answer is uniform acceleration. B is the correct answer. അടുത്ത നമുക്ക് question number 22 ആണ്.
സോറി 23 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23 ഇത് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് തരം സ്റ്റേറ്റ്മെന്റുകൾ തരും. ഒന്നിനെ അസർഷൻ എന്നും അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. റീസൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും ശരിയാണോ? രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണെങ്കിൽ അത് ഓപ്ഷൻ എ ആയിരിക്കും. ഇനി അല്ല, അസർഷൻ ട്രൂ ആണ്, റീസണും കറക്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ റീസണേ അല്ല. വേറൊരു സെന്റൻസ് റീസണൊക്കെ ശരിയാണ്, പക്ഷെ ഇതിന്റെ അല്ല റീസൺ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി കൊടുക്കും. അസർഷൻ ട്രൂവും റീസൺ ഫോൾസും ആണെങ്കിൽ സി കൊടുക്കും. രണ്ടും തെറ്റിപ്പോണെങ്കിൽ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കാം. അസർഷനിൽ തന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഡിഫറന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് പാത്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ ആണ്. അപ്പൊ രണ്ടും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അത് ശരിയാണ്. അടുത്ത റീസൺ ഡിസ്റ്റൻസ് ഈസ് ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്ത് വൈൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെപ്പറേഷൻ. അപ്പൊ കറക്റ്റ് അസർഷനും കറക്റ്റ് അതിന്റെ തന്നെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറും ആണ്. Hence, the answer is option A. Both assertion and reason are correct, and reason is the correct explanation of the assertion. Answer is option A. അടുത്ത വീണ്ടും ഒരു അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അസർഷൻ റീസൺ. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. അസർഷൻ റീസൺ ടൈപ്പ് ആണ്. അതിൽ അസർഷൻ പറഞ്ഞു the displacement of a body may be zero though its distance is finite. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകാം, ഡിസ്റ്റൻസ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആകാം. അങ്ങനെ റീസൺ ഒക്കെ ഉണ്ട്, കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള റീസൺ ഒന്ന് നോക്കാം. ഇഫ് എ ബോഡി ഹാസ് മൂവ്ഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് സീറോ വെൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആർ സെയിം വൈൽ ഡിസ്റ്റൻസ് ഈസ് ഫൈനൈറ്റ്. അതിൽ നമ്മൾ പറഞ്ഞത് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കൊടുക്കാം. ഒരു സർക്കുലർ പാത്തിൽ വരട്ടെ, ഇവിടെ ഇനിഷ്യൽ പോയിന്റ് ഇതാണ്, കറങ്ങി ഫൈനൽ പോയിന്റ് ഇവിടെ തന്നെ വന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ. പക്ഷേ ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ 2πr. ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊയ്ക്കോട്ടെ, ഡി ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, തിരിച്ച് അതേ പോയിന്റിൽ വന്നോട്ടെ, ഡി ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഇനിഷ്യലും ഫൈനലും ഒരിടത്താണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവും, പക്ഷേ ഡിസ്റ്റൻസ് 2d ആവും. അപ്പൊ അതൊരു പോസിബിൾ ആണ്, രണ്ടും കറക്റ്റ് ആണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒരേപോലെ ആവണമെന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുമ്പോൾ ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ആവാം. പക്ഷെ അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഇനിഷ്യൽ ഫൈനൽ പോയിന്റ് ഒന്നായത്. Hence, here also the answer is option A. Both are correct. The assertion is correct and the reason is the correct explanation of the assertion. Answer is option A. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും അസർഷൻ റീസൺ ടൈപ്പ് ആണ്. അല്ല, അസർഷൻ പറഞ്ഞത് an object can have constant speed but variable velocity. സ്പീഡ് കോൺസ്റ്റന്റ് ആയാലും വെലോസിറ്റി മാറാം. അതിന്റെ എക്സാമ്പിൾ തന്നെയായിരുന്നല്ലോ നേരത്തെ കണ്ടത്. സർക്കുലർ മോഷനിൽ പോയപ്പോൾ കോൺസ്റ്റന്റ് സ്പീഡ് ആയിരുന്നു, വെലോസിറ്റി മാറി മാറിപ്പോയി, കാരണം ഡയറക്ഷൻ മാറുകയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ സർക്കുലർ മോഷനിൽ വന്നപ്പോൾ ഡിസ്റ്റൻസസ് സെയിം ആയാൽ പോലും ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറാം. ഇപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആയാൽ വെലോസിറ്റി മാറാം. അതിന്റെ റീസൺ പറഞ്ഞു വെലോസിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ദോ സ്പീഡ് ഈസ് സെയിം. അതേ റീസൺ തന്നെ കണ്ടു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വെലോസിറ്റി മാറിയത്, സ്പീഡ് സെയിം ആയാലും. അപ്പൊ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. നേരത്തെ പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സ്പീഡ് കോൺസ്റ്റന്റ് ആയാൽ വെലോസിറ്റി മാറാം. ഇപ്പോൾ അസർഷൻ ശരിയാണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആവും, വെലോസിറ്റി മാറാം. റീസൺ ശരിയാണ്, ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറാം. ഹിയർ ഓൾസോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസർഷൻ. ഇപ്പൊ നമ്മള് 25 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങളെ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ എ സ്ട്രൈറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് ഡിഫറൻസിയേഷൻ, കുറച്ച് ഇൻ്റഗ്രേഷൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തോളണം. ഞാനിപ്പോൾ വേഗത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊക്കെ എഴുതിയെടുക്കാം, ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി നോക്കാം. നിങ്ങൾ വേറെ എക്സാമ്പിൾ ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പ്രാക്ടീസ് കൊണ്ട് മാത്രം എളുപ്പത്തിൽ എത്താവുന്ന ഒരു കാര്യമാണ്, ഓൺലി ബൈ പ്രാക്ടീസ്. അതുകൊണ്ട് കുറച്ച് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കൂ. കുറെ സിമ്പിൾ ഇക്വേഷൻസ് എഴുതി നോക്കൂ. നിങ്ങൾ ടീച്ചേഴ്സിന് ചോദിക്കാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നാൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആകില്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ക്ലിയർ ആക്കിയാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ്.
ഇത് ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ എളുപ്പത്തിൽ അറിയാമെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ 1 മിനിറ്റ് ആണ് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 1 മിനിറ്റിൽ കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, എന്നാൽ 2 മിനിറ്റ് എടുക്കുമായിരിക്കാം. പകരം നാളെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് എളുപ്പത്തിൽ എഴുതാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ 25 മിനിറ്റ് ഉപയോഗിച്ചു, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടുള്ളൂ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എല്ലാം അവസാനം കിടക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അങ്ങനെ പറയരുത്. വേഗത്തിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കൂ, അത് ആദ്യം എഴുതൂ. എന്നിട്ട് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്ത് സ്പീഡിൽ ആൻസർ ചെയ്യുന്ന, പിന്നെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അതും സ്പീഡിൽ ചെയ്യുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, റഫ് കാൽക്കുലേഷൻ, ആ മെത്തേഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യൂ. ഇതെല്ലാം എഴുതിയെടുക്കുക. നല്ല രീതിയിൽ എഴുതിയെടുത്ത് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും നോക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല സ്കോറിലെത്താം. 1 or 2 ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതിനുള്ള നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.